നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹവും പരിചരണവും സപ്പോർട്ടും കാരണം ആപ്കി അദാലത്ത് വീണ്ടും നമ്പർ 1 ഷോയായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഈ സ്പെഷ്യൽ ഷോയിൽ അതിർത്തി കടന്നു വന്ന ഒരു അതിഥിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പാകിസ്ഥാനിലെ പ്രസിദ്ധ അഭിനേത്രിയായ മീര ഇന്നിവിടെ ആപ്കി അദാലത്തിൽ. പ്രശസ്തയായ പാകിസ്ഥാനി നായിക മീര ആപ്കി അദാലത്തിൽ ഹാജരാകുന്നു. ആദ്യം എല്ലാവർക്കും ആദാബ്, പിന്നെ നമസ്കാരം. ഇന്നത്തെ വിചാരണ തുടങ്ങാവുന്നതാണ്. ഇപ്പൊ നമുക്ക് വിചാരണ തുടങ്ങാം. ആപ്കി അദാലത്തിൽ അഭിനേത്രിയായ മീരയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ പാകിസ്ഥാൻ ഫിലിം അഭിനേത്രിയായ മീരയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ ഹിപ്പോക്രൈറ്റ് ആണ് എന്നുള്ളതാണ്. ഹിപ്പോക്രൈറ്റ്. മാഡം, താങ്കളെക്കുറിച്ച് പറയുന്നത് വളരെ കുറവാണ്, മറയ്ക്കുന്നത് കൂടുതലാണ്. ഞാൻ എന്താണോ അതെല്ലാം പബ്ലിക്കിന് അറിയാവുന്ന കാര്യമാണ്, പ്രസ്സിനും അറിയാവുന്നതാണ്, എൻ്റെ പേരൻസിനും അറിയാവുന്ന കാര്യം. ഞാൻ ഇതുവരെ ഒന്നും മറച്ചിട്ടില്ല. നിറയെ കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ എന്തെങ്കിലും സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടോ? താങ്കളുടെ യഥാർത്ഥ പേരെന്താണ്? രൂപാബ്. ഇത് താങ്കൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ശരിക്കുള്ള പേര് അതെ, അതെൻ്റെ ഫാമിലി നെയിമാണ്. താങ്കൾ ആദ്യത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് അപ്പോൾ താങ്കളുടെ പേര് ഇർത്തസാങ് എന്നായിരുന്നു. അല്ല, അതും എൻ്റെ ഫാമിലി നെയിമായിരുന്നു. താങ്കൾക്ക് എത്ര ഫാമിലി നെയിംസാ ഉള്ളത്? ആക്ച്വലി എൻ്റെ ഫാമിലി നെയിം ഇർദസ രൂപാബ്. അതിനുശേഷം മൂന്നാമത്തെ പ്രാവശ്യം താങ്കളുടെ പേര് സമീറ എന്ന് വെച്ചു. ഇല്ല, അത് തെറ്റാണ്. പാകിസ്ഥാനിലുള്ള പത്രങ്ങളിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ താങ്കളുടെ പേര് സമീറ. ആ സമയത്ത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് താങ്കൾ സമീറ എന്നുള്ള പേര് മീര എന്ന് മാറ്റിയെന്നാണ് അവർ പറയുന്നത്. നോ, എന്തൊക്കെയാ പറയുന്നത്? അതായത് ആദ്യം മുതൽക്ക് തന്നെ പാകിസ്ഥാനിലെ പേപ്പേഴ്സിലൊക്കെ അതിലൊക്കെ നിങ്ങൾ കണ്ടാൽ അറിയാം, അതിൽ മീര എന്ന് തന്നെയാണ്. ഇത് സത്യമാണോ? താങ്കൾ വളരെ കുട്ടിക്കാലത്ത് തന്നെ ആക്ടിങ്ങിലേക്ക് വന്നെന്നുള്ളത്? അതെ, ഞാൻ എൻ്റെ കരിയർ 15-ാം വയസ്സിൽ ആരംഭിച്ചു. താങ്കൾ ആക്ടിങ് തുടങ്ങിയ സമയത്ത് കുറച്ചുകൂടി വണ്ണം ഉണ്ടായിരുന്നു അല്ലേ? അതെ. ശരിയാണ്. പിന്നെ എങ്ങനെയാണ് ഈ വെയിറ്റ് ലോസ് സംഭവിച്ചത്? കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ഡേ ആൻഡ് നൈറ്റ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, വെയിറ്റ് കൺട്രോളായി. താങ്കളുടെ ആദ്യത്തെ സിനിമ 1995-ൽ കാണ്ട, അതാണ് റിലീസായത്. പക്ഷെ അതിനെക്കുറിച്ച് താങ്കൾ ഒന്നും തന്നെ പറയുന്നില്ല. 1996-ൽ റിലീസായ സിനിമയെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്, ചീഫ് സാബ്. ഞാൻ ആദ്യം സൈൻ ചെയ്ത സിനിമ ചീഫ് സാഹബാണ്. എന്നാൽ കാണ്ട 1 മാസം മുമ്പ് തന്നെ റിലീസായി. പക്ഷെ ഹിറ്റായത് ചീഫ് സാഹാബാണ്. ഒരു സിമ്പിൾ ലവ് സ്റ്റോറി. പണക്കാരനായ ഒരച്ഛൻ്റെ മകൾ, പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നൊരു പയ്യൻ. അവന് എന്നോട് ഒരുപാട് സ്നേഹമാണ്. പക്ഷേ എൻ്റെ പേരൻസിനാണെങ്കിൽ അവർക്ക് ഞാൻ അവനെ കല്യാണം കഴിക്കുന്നതിനോട് താല്പര്യമില്ല, കാരണം ഞാൻ വലിയ പണക്കാരിയല്ലേ. താങ്കൾ ഫിലിമിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആദ്യമായി പാകിസ്ഥാനി സിനിമകളിൽ പെൺകുട്ടികളെ വേറൊരു രീതിയിലാണ് ജനങ്ങൾ കണ്ടത്. ആദ്യം അവളെ പാകിസ്ഥാനി എന്ന് വിളിച്ച ജനങ്ങൾ പിന്നീട് പട്ടാസ് എന്ന് വിളിക്കാൻ തുടങ്ങി. ആദ്യം പാകിസബ. നോക്കൂ, റോൾസിൽ വേരിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോൾസ് ചെയ്യാനാണ് ആഗ്രഹം. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള റോൾസും ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഗ്ലാമറസ് റോൾസും ചെയ്തിട്ടുണ്ട്. ലൈക്ക് അമ്മയുടെ റോള് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ലവറിൻ്റെ റോള് ചെയ്തിട്ടുണ്ട്, വൈഫിൻ്റെ റോള് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഒരുപാട് ഗ്ലാമറസ് റോൾസും ചെയ്തിട്ടുണ്ട്. സോ ഡിഫറെൻ്റ് ആയിരുന്നു, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഏത് സിനിമയാണ് താങ്കൾക്ക് സെക്സ് സിംബൽ എന്ന പേര് നൽകിയത്? അങ്ങനൊരു ഇമേജ് എനിക്ക് ഉറപ്പായിട്ടും ഇല്ല. താങ്കൾ എനിക്കറിയില്ല. ലാഹോർ ന്യൂസ് പേപ്പർ താങ്കളെ കാണിക്കാം. അതിലെല്ലാം എഴുതിയിരിക്കുന്നത് ഇക്കാര്യമാണ്. നിങ്ങൾ പിക്ക് ചെയ്തിരിക്കുന്നത് ഏതോ തെറ്റായിട്ടുള്ള ന്യൂസ് പേപ്പറാണ്.
അതായത് പോസിറ്റീവ്സ് ഓർ നെഗറ്റീവ്സ് എപ്പോഴും ആർട്ടിസ്റ്റുകളെ കുറിച്ച് വരാറുണ്ടല്ലോ അങ്ങനെ. ജസ്റ്റ് പോസിറ്റീവ് മാത്രം ഐ തിങ്ക് സാർ അങ്ങനെയാണ് നോക്കേണ്ടത്. അതായത് സത്യം പറയണമെങ്കിൽ ഞാനിപ്പോൾ എടുത്തു നോക്കിയ ന്യൂസ് പേപ്പേഴ്സ് എല്ലാത്തിലും ഇതാണ് എഴുതിയിരിക്കുന്നത്. മീരയെ പാകിസ്ഥാൻ സിനിമകളിൽ ചിലർ സെക്സ് സിംബൽ എന്നാണ് പറയുന്നത്. മറ്റു ചിലർ ഹോട്ടസ്റ്റ് സ്റ്റാർ ഓഫ് പാകിസ്ഥാനി ഫിലിംസ് എന്നും വിളിക്കുന്നു. ആ അതെ, ഞാൻ ഗ്ലാമറസ് തന്നെയാണ്. സിനിമകളിൽ എന്നെ കാണാൻ വളരെ നല്ലതാണ്. എല്ലാ ക്യാരക്ടറും ഞാൻ ഫിറ്റാവും. എല്ലാ റോളിനും ഞാൻ നന്നായിരിക്കും. അതാണ് ഞാൻ ന്യൂസ് പേപ്പറിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ആ ഒരു വേഴ്സറ്റാലിറ്റി ഉണ്ട് എൻ്റെ ഉള്ളിൽ. പക്ഷേ എൻ്റെ ക്യാരക്ടർ ഞാൻ നോക്കുമ്പോൾ അതൊരു സെക്സി ഫിലിമാണ്, അല്ലെങ്കിൽ സെക്സി ലുക്സ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിലും സെക്സി ഗേളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ ഗേളിൻ്റെ റോളാണെങ്കിലും ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ആളുടെ റോളാണെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് മാറും. ഇനി ഞാനൊരു അന്ധയായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ അന്ധയായിട്ട് തന്നെ മാറും. എന്തു തന്നെയായാലും താങ്കൾ സുന്ദരിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വോണ്ട് ടു ലുക്ക് ഗുഡ്, ഐ വോണ്ട് ടു ലുക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് നല്ലൊരു ആക്ട്രസ് ആവാനാണ് എനിക്കിഷ്ടം. ഏത് ക്യാരക്ടർ ആണെങ്കിലും ഞാനിത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. കാണുന്നവർക്ക് തോന്നുന്നത് ആ കുട്ടിയാണ് മീര അല്ല എന്ന്. അപ്പോൾ താങ്കളുടെ സൗന്ദര്യത്തെക്കുറിച്ച് അഭിമാനിക്കുന്നുണ്ടല്ലേ? എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ആളുകൾ എന്നെ മാത്രം കാണണമെന്നാണ്. പിന്നെ മറ്റാരെയും കാണണ്ട. മറ്റാരെങ്കിലും കണ്ടാൽ താങ്കൾ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്? എനിക്കിഷ്ടപ്പെടില്ല. എൻ്റെ ആഗ്രഹം എന്നെ മാത്രം കാണണമെന്നാണ്, അത്രേ ഉള്ളൂ. മീര മാഡം, താങ്കൾ വാ തുറക്കുന്ന എല്ലാ സമയങ്ങളിലും എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി ഉണ്ടാകാറുണ്ട്. അതിനെപ്പറ്റി പല ചോദ്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. പല കുറ്റങ്ങളും ആരോപിക്കുന്നുണ്ട്. പാകിസ്ഥാനി ഫിലിം ആക്ട്രസായ മീരയുടെ മേൽ പല കുറ്റങ്ങളും ജനങ്ങൾ ആരോപിക്കുന്നുണ്ട്. ഒരു ബ്രേക്കിന് ശേഷം നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനി സിനിമകളിലെ നമ്പർ 1 ആക്ട്രസായ മീരയോടാണ്. ആപ്കി അദാലത്തിൽ പാകിസ്ഥാനി അഭിനേത്രിയായ മീരയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ മനഃപൂർവ്വം കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. മീര മാഡം, ഈ കോൺട്രവേഴ്സി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീര എവിടേക്ക് പോകുന്നോ അവിടെയെല്ലാം കോൺട്രവേഴ്സി ഉണ്ടാകുന്നെന്നാണ് പറയുന്നത്. ഒരു പാട്ട് കേട്ടിട്ടില്ലേ, ഞാൻ എവിടെ പോയാലും എൻ്റെ പിന്നാലെ നീയും കാണുമെന്ന്? അതുപോലെ കോൺട്രവേഴ്സിയും താങ്കളുടെ പിന്നാലെ തന്നെയുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അത് കോൺട്രവേഴ്സി ആവും. കാരണം നിങ്ങളെപ്പോലത്തെ ആൾക്കാരുണ്ടല്ലോ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ? ഞാനല്ല അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജോലി മാത്രമേ ചെയ്യാറുള്ളൂ. എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവനും എൻ്റെ ജോലിയുടെ പുറത്തായിരിക്കും. സോ പ്രസ്, മീഡിയ, അവരൊക്കെയാണ് ഈ കോൺട്രവേഴ്സിയുടെ പുറകിൽ, അല്ലാതെ ഞാനല്ല. ഇത് സത്യമല്ലേ? പാകിസ്ഥാനിൽ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന താങ്കൾ ഇന്ത്യയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു, മഹേഷ് ഭട്ടിന്റെ സിനിമയിൽ. അതെ, ഇത് പാകിസ്ഥാനിൽ ഒരു വളരെ വലിയ ന്യൂസായിരുന്നു. ഇത് സത്യമാണ്. ബിക്കോസ് സൽമ അഗ പിന്നെ സേവ ബക്തിയാർ ഹിന്ദുസ്ഥാനിൽ ജോലി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ കയ്യിൽ ബ്രിട്ടീഷ് നാഷണാലിറ്റി ഉണ്ടായിരുന്നു. അവർക്ക് പാകിസ്ഥാനുമായിട്ട് ബന്ധമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ കയ്യിലുള്ള പാസ്പോർട്ടാണെങ്കിൽ പാകിസ്ഥാൻ പാസ്പോർട്ടാണ്. ഞാൻ പാകിസ്ഥാനിലെ പെൺകുട്ടിയാണ്. സോ അതുകൊണ്ട് ഞാനും ഈ കാര്യത്തിൽ, ബിക്കോസ് ആഫ്റ്റർ 56 ഇയേഴ്സ് എൻ്റെ ഒരു വലിയ കാര്യമാണ് നടന്നത്. ഹിന്ദുസ്ഥാനിലെ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു. അങ്ങനെ പല ഡയറക്ടേഴ്സും വന്ന് പറഞ്ഞു ഞങ്ങൾ പാകിസ്ഥാൻ്റെ കൂടെ ചേർന്ന് കോ പ്രൊഡക്ഷനിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. പക്ഷേ ഈ 56 ഇയേഴ്സിൽ കാര്യങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ, അല്ലാതെ പ്രാക്ടിക്കലി ഒന്നും നടന്നില്ല. ഫൈനലി നമ്മുടെ മഹേഷ് ജി, അദ്ദേഹം ഇവിടുന്ന് പാകിസ്ഥാനിൽ കാരാ ഫിലിം ഫെസ്റ്റിവലിന് വന്നു. അവിടെ വെച്ചാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് മഹേഷ് ജി ആയിട്ട്. അദ്ദേഹമാണ് പറഞ്ഞത് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ചെയ്യണം പാകിസ്ഥാൻ്റെ കൂടെ എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനും അതിൻ്റെ ഒരു പാർട്ടാവണം എന്ന്, അങ്ങനെ അവരുടെ ഫിലിമിൽ ജോലി ചെയ്യണം എന്ന്. സോ എനിക്കപ്പോൾ തോന്നി വെറുതെ വർത്തമാനം പറഞ്ഞതല്ലേ ഉള്ളൂ, ഇങ്ങനെയൊന്നും നടക്കാനൊന്നും പോകുന്നില്ല എന്ന്. പക്ഷെ മറ്റു പാകിസ്ഥാനി ആക്ട്രസസും ഇവിടെ വന്നിരുന്നു. സേബ ബക്തിയാർ വന്നിരുന്നു, സൽമ ആഹ വന്നിരുന്നു. അവരുടെ പിന്നാലെ ഒരു കോൺട്രവേഴ്സിയും വന്നില്ലല്ലോ. ഐ ഡോണ്ട് നോ, ആരും ആ സിനിമയുടെ ഒരു ഷോട്ട് പോലും കണ്ടിട്ടില്ല. ഫിലിമിൻ്റെ പ്രൊമോസ് ഇപ്പോഴാണ് റിലീസായത്. പിന്നെ എങ്ങനെയാണ് കാണാതെയും ആൾക്കാർക്ക് പറയാൻ കഴിയുന്നത് സിനിമയിൽ കിസ്സിങ് ഉണ്ട് എന്നൊക്കെ? താങ്കൾ പാകിസ്ഥാനിലെ ഒരു വലിയൊരു സ്റ്റാറാണ്. അപ്പോൾ താങ്കൾ ഇന്ത്യയിലേക്ക് വന്ന് ആക്ട് ചെയ്യുകയാണെങ്കിൽ മഹേഷ് ഭട്ടിനെ പോലെ കോൺട്രവേഴ്സി ഉള്ള ഒരു ഡയറക്ടർ, കോൺട്രവേഴ്ഷ്യൽ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കോൺട്രവേഴ്സി ഉണ്ടാവുമല്ലോ.
നിങ്ങളുടെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ മഹേഷ് ജിക്ക് ഈ നാട്ടിൽ വളരെ നല്ല പേരാണുള്ളത്. ആളുകൾ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അർത്ത്, സഹം, സഡക്, ഹം ഹേ രഹി പ്യാർ കെ, അങ്ങനെ എത്ര സിനിമകൾ. സോ ഹീസ് വളരെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ബ്രില്യൻ്റ് മൈൻഡാണ്. പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിനോട് സ്നേഹമാണ്, അദ്ദേഹത്തിനോട് പ്രേമമാണ്. അദ്ദേഹത്തെ ഒരുപാട് ലൈക്ക് ചെയ്യും. ഞങ്ങളുടെ പ്രസ്സാണെങ്കിലും ഞങ്ങളുടെ ജനങ്ങളാണെങ്കിലും ഞങ്ങളുടെ ഡയറക്ടേഴ്സ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് പഠിക്കുന്നുണ്ട്. സിനിമ ഇതുവരെ റിലീസായിട്ടില്ല, സിനിമയുടെ പ്രൊമോ ഇതുവരെ റിലീസായില്ല, അതിനുള്ളിൽ തന്നെ കോൺട്രവേഴ്സീസ് തുടങ്ങി കഴിഞ്ഞല്ലോ. അതെ, നിങ്ങളല്ലേ അത് ക്രിയേറ്റ് ചെയ്തത്, മീഡിയ അല്ലേ ക്രിയേറ്റ് ചെയ്തത്. മഹേഷ് ജിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് ആർക്കും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞങ്ങൾ സന്തോഷമായിട്ട് സിനിമ കംപ്ലീറ്റ് ചെയ്തു. ഫൈനലി ആ സിനിമ പുറത്ത് വരുമ്പോൾ അപ്പം നിങ്ങൾ കാണൂ. മീര മേഡം, അതായത് ഒരു പാകിസ്ഥാനി ആക്ട്രസ് ഇന്ത്യയിലുള്ള ഒരു സിനിമയിൽ കിസ്സിംഗ് സീനിലൊക്കെ ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കോൺട്രവേഴ്സി ആകില്ലേ? ഫസ്റ്റ് ഓഫ് all these allegations are baseless. There is no vulgar scene in Mahesh Bhatt film. ഇക്കാര്യങ്ങൾ കാരണമാണ് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ആയത്. പ്രധാനമായും പാകിസ്ഥാനിൽ ഇത് തന്നെയാണ് കാരണം. അതായത് ഒരു പാകിസ്ഥാനി ആക്ട്രസ് ഇന്ത്യയിലേക്ക് പോയി അവിടെ ഒരു ഹിന്ദു സ്റ്റാറിനെ കിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടോ? ഇതുവരെ റിലീസായില്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ കാണാന്? നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു തരൂ. നിങ്ങൾ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് ഈ സിനിമയിൽ കിസ്സിങ്ങിന്റെ സീനുണ്ടെന്ന് തന്നെ? നിങ്ങൾ പറയുന്നതിന് എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? അല്ല, അതുപോലത്തെ സീൻസ് ഒക്കെ ഉണ്ടോ ഇല്ലയെന്ന് താങ്കളാണ് പറയേണ്ടത്. അല്ലാതെ തന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, മീഡിയ പറയുന്നുണ്ട്, ജനങ്ങൾ പറയുന്നുണ്ട് സിനിമയ്ക്കകത്ത് ഇങ്ങനെയുള്ള സീൻ ഉണ്ടെന്ന്. എനിക്കൊന്ന് പറഞ്ഞു തരൂ, ആരാണത് കണ്ടതെന്ന് മാത്രം. ആ പ്രൂഫ് ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിലൊന്ന് എനിക്ക് കാണിച്ചു തരൂ, എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. മീര മേഡം, എന്നെ സംബന്ധിച്ച് എവിടെങ്കിലും ഒരു ചെറിയ പുക വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അടുത്ത് എവിടെയോ തീ ഉണ്ടെന്നാണ്. ഈ കോൺട്രവേഴ്സീസൊക്കെ കൂടുതലും അവിടെ പാകിസ്ഥാനിലാണ് തുടങ്ങിയത്. അതെ, അവർക്ക് അങ്ങനത്തെ ചില വിചാരം ഉണ്ടായിരുന്നു. ദേ വെരി റൈറ്റ്. അതായത് അവർക്ക് എന്നോട് വളരെയധികം ഇഷ്ടമാണ്. ഞാൻ ആ നാട്ടുകാരിയാണല്ലോ, ഞാൻ ആ നാട്ടിലെ സ്റ്റാർ അല്ലേ. ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ കാരണം മാത്രമാണ്. പാകിസ്ഥാൻ കാരണം മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പോലും. എൻ്റെ രാജ്യമാണത്, എൻ്റെ അമ്മയാണ്, പിന്നെ എൻ്റെ മദർലാൻഡാണ്. ഒരിക്കലും എൻ്റെ ബന്ധം പാകിസ്ഥാനുമായിട്ടുള്ളത് മാറാൻ പോകുന്നില്ല. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം, അവർ വളരെ പൊസസീവാണ് എൻ്റെ പുറത്ത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ പാകിസ്ഥാനിൽ നിന്നും പുറത്ത് എവിടെയെങ്കിലും പോയി ജോലി ചെയ്താൽ, ലൈക്ക് ഹിന്ദുസ്ഥാനിൽ വന്ന് ജോലി ചെയ്യുന്നു, ഹോളിവുഡിൽ പോയി ജോലി ചെയ്യുന്നു, ലണ്ടൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നു, പക്ഷെ ഞാൻ എന്നും പാകിസ്ഥാൻ്റെ സ്വന്തം മകളാണ്. അതൊരിക്കലും മറക്കാൻ പാടില്ല. പിന്നെ എൻ്റെ പേരൻസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതും ആ കാര്യങ്ങൾ ഒരിക്കലും ഞാൻ മറക്കില്ല. അപ്പോൾ മഹേഷ് സാറിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് താങ്കളുടെ കൾച്ചർ കീപ്പ് ചെയ്തോ അതോ അത് കളഞ്ഞോ? ഞാൻ എന്നും എൻ്റെ സംസ്കാരത്തെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നന്നായി ജോലി ചെയ്തു, വളരെ നന്നായി തന്നെ. അതായത് ഫൈനലി ഇൻഷാ അല്ലാ ആൾക്കാർ സിനിമ കാണുമ്പോൾ അവർക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. ഞങ്ങളുടെ മൊത്തം ടീം തന്നെ, മഹേഷ് ജി, സോണി രാസ്താൻ, ഞങ്ങൾ ഒരുമിച്ച് വളരെ നല്ലൊരു സിനിമയാണ് ഉണ്ടാക്കിയത്. അത് ഞങ്ങൾ ഹിന്ദുസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ജനങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് നൽകാൻ ആഗ്രഹിക്കുന്നു. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളിത് തുടങ്ങിയത് തന്നെ അങ്ങനെയൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതായത് 56 ഇയേഴ്സിൽ ആദ്യമായിട്ട് ഫൈനലി ഞങ്ങളൊരു കോ പ്രൊഡക്ഷൻ കൊണ്ടുവന്നു. ഇതുവരെ താങ്കൾ ഈ കാര്യം പറഞ്ഞിട്ടേയില്ല. കോൺട്രവേഴ്സി എന്നുള്ള കാര്യം എന്തിനു വേണ്ടിയാണോ തുടങ്ങിയത്? ആ സീൻ സിനിമയിൽ ഉണ്ടോ അതോ ഇല്ലയോ? അത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഞാനറിഞ്ഞത് കോൺട്രവേഴ്സി ഉണ്ടായതിനു ശേഷം ഭട്ട് സാറിന് താങ്കൾ പ്രഷർ കൊടുത്ത് ആ സീൻ നീക്കിയെന്നാണ്. എന്നെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം ലഭിച്ചെന്നാണ് തോന്നുന്നത്. ഇല്ല, ഒരു മിനിറ്റ് കേക്കൂ.
ചിരി നിർത്താൻ പറ്റുന്നില്ല. കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതേ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെ ഇത് ക്രിയേറ്റ് ഇതില് ചെയ്തിട്ട് ഇപ്പൊ ന്യായമേ ഇല്ല മാഡം. കോൺട്രവേഴ്സി എന്റെ മേളിൽ ഇട്ട് കഴിഞ്ഞാൽ മാഡം ഓക്കെ, എനിക്ക് തോന്നുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ഇപ്പൊ തരാൻ ആഗ്രഹിക്കുന്നില്ല. ആ, അതായത് നിങ്ങളെൻ്റെ ഇമേജ് പബ്ലിക്കിൽ, നിങ്ങളുടെ ഓഡിയൻസ്, ഞങ്ങളുടെ ഓഡിയൻസിൻ്റെ മുമ്പിൽ, അതായത് അവർക്കൊക്കെ എന്നോട് വളരെ സ്നേഹവും ഇഷ്ടമുള്ള ആൾക്കാരാണ്. അവർക്ക് എന്നോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ ഒരിക്കലും എനിക്കും അവരോട് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഓഫ് കോഴ്സ് അവർക്ക് എന്നിലൊരു അധികാരമുണ്ട്. അതായത് അവർ എന്നെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും ഒക്കെ അവർ പറയും. സോ ഞാൻ എൻ്റെ ഓഡിയൻസിന് അത് വിട്ടുകൊടുക്കുകയാണ്. പിന്നെ ഹിന്ദുസ്ഥാനിലെ ഓഡിയൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ സിനിമ കാണുന്നവരൊന്ന് വെയിറ്റ് ചെയ്യൂ. എൻ്റെ അടുത്ത് താങ്കളുടെ ചില പ്രസ് ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ട്. അതിൽ താങ്കൾ പറഞ്ഞിരിക്കുന്നത്, ഒരു പക്ഷേ കഥയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഏത് രീതിയിലുള്ള ക്യാരക്ടറും ചെയ്യാൻ തയ്യാറാണെന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ആക്ടിംഗ് മീൻസ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. സോ ആക്ടിംഗ് എന്ന് പറയുമ്പോൾ ഞാനൊരു ആക്ട്രസ്സാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോൾസ് കിട്ടുന്നുണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിംഗ് ചെയ്യേണ്ടി വരും. സോ എൻ്റെ കടമ ആക്ടിങ്ങിനോടാണ്. പക്ഷേ താങ്കൾ പാകിസ്ഥാനി സിനിമകളിൽ അഭിനയിക്കുന്ന സമയത്ത് ഇതുപോലത്തെ സീൻസ്, അതായത് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ, അത് ഞാൻ തീർച്ചയായും ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ഫിലിം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ക്യാരക്ടർ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഡയറക്ടർ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ ചിലർ അതുപോലത്തെ സീൻസ് ചെയ്യാൻ പാടില്ലെന്ന് ഒബ്ജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം? എൻ്റെ ജോലിയാണിത്, എൻ്റെ പാഷനാണിത്. എനിക്കെൻ്റെ ജോലിയിൽ കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. ഫുൾ ആത്മാർത്ഥതയോടുകൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ആക്ടിംഗ് അല്ലാതെ വേറെ ഒന്നും തന്നെ അറിയില്ല. എനിക്ക് ജസ്റ്റ് ആക്ട് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. താങ്കൾ വളരെ നന്നായിട്ട് ഉത്തരവും പറയുന്നുണ്ട്. ശരി. ഒരു ഇന്റർവ്യൂവിൽ താങ്കൾ പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് മൈ ബോഡി, ഇഫ് ഐ എക്സ്പോസ് ഇറ്റ് നോ വൺ ഷുഡ് ഹാവ് പ്രോബ്ലം. ആ, താങ്കൾ ഇത് പറഞ്ഞോ ഇല്ലയോ? ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞില്ലേ എൻ്റെ ബന്ധം അഭിനയമായിട്ടാണെന്ന്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇത്ര കോൺട്രവേഴ്സീസ്? ഇവരുടെ പുറകിൽ എന്തിനാ ഇത്ര തീവ്രമായിരിക്കുന്നത്? ഇത് പിന്നെ നോർമലി ഇവിടെയുള്ള ബോളിവുഡ് ആക്ട്രസിനും ഇങ്ങനെ നടക്കും. പക്ഷേ വൈ ഹെയർ യു നോ? ഈ കോൺട്രവേഴ്സീസ് കൂടാൻ കാരണം പാകിസ്ഥാനിലുള്ള പത്രക്കാർ അവർ പറഞ്ഞത് കിസ്സിംഗ് സീൻസ് ഒക്കെ ഇസ്ലാമിനെതിരായിട്ടുള്ള കാര്യമാണെന്നാണ്. സിനിമയിൽ ഗ്ലാമറിൽ ഈ റിലീജിയസസ് ഒക്കെ വരികയാണെങ്കിൽ കോൺട്രവേഴ്സീസും കൂടും. അത് തികച്ചും ശരിയാണ്. നിങ്ങൾ പറഞ്ഞതും തികച്ചും ശരിയാണ്. ബിക്കോസ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതൊരു മുസ്ലിങ്ങളുടെ രാജ്യമാണ്. അവിടെ മുസൽമാന്മാരാണുള്ളത്. ഇറ്റ്സ് എ ഇസ്ലാമിക് കൺട്രി. സോ അവരുടെ കാര്യം പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. അവർ ഒരിക്കലും തന്നെ ഇങ്ങനൊരു കാര്യം അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ല. അത് അവരൊരിക്കലും അലൗ ചെയ്യുന്ന കാര്യമല്ല. ഇപ്പോൾ ഇന്ത്യൻ സിനിമകളിലൊക്കെ ഈ ഐറ്റം നമ്പേഴ്സ് വരാറുണ്ട്. താങ്കൾ കണ്ടു കാണും, കാട്ടാ ലഗ പോലെയുള്ള പാട്ടുകൾ. അതെ. ഇതൊക്കെ പാകിസ്ഥാനി സിനിമകളിൽ അലോ ചെയ്യില്ലല്ലോ. ഞങ്ങൾക്ക് ബുർഖ ഇട്ടുകൊണ്ട് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രസ്സസ് ഞങ്ങൾ ഇടാറുണ്ട്. എക്സ്പോസിങ്ങും ഉണ്ടതിൽ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹിന്ദുസ്ഥാനിൽ വന്നാണ് ജോലി ചെയ്തത്. അതും ആദ്യമായിട്ട് വന്ന് ജോലി ചെയ്തു. സോ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സർപ്രൈസാണ്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ അവർക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റി ഉണ്ടായി, ഞാനിവിടെ ഹിന്ദുസ്ഥാനിൽ തന്നെ തുടർന്നാലോ എന്ന്. ചില സമയങ്ങളിൽ ഈ കോൺട്രവേഴ്സീസ് ഒക്കെ താങ്കൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിലാണ് ക്രിയേറ്റ് ആവുന്നത്. ഇത് ഫെബ്രുവരി 24, 2005. അപ്പോൾ താങ്കൾ ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. അതിൽ താങ്കൾ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അതായത്, വാട്ട് ഈസ് റോങ് ഇൻ ഗീവിംഗ് എ കിസ്സിംഗ് സീൻ? ഇല്ല, അങ്ങനൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. താങ്കൾ പറയാത്ത കാര്യവും ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ചെയ്യാറുണ്ടോ? ഐ ഡോണ്ട് നോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. താങ്കൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ, അത് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ആയതാണോ? മീര മാഡം പറയൂ, സിനിമകളിൽ
കിസ് ചെയ്യുന്നത്, അതുപോലത്തെ സീനിലൊക്കെ അഭിനയിക്കുന്നത് ഇസ്ലാമിനെതിരാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ആ, തീർച്ചയായും ഞാനത് മാനിക്കുന്നു ഇസ്ലാമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്. എൻ്റെ അമ്മയ്ക്കാണേലും എൻ്റെ അച്ഛനാണേലും എനിക്കാണേലും ഇസ്ലാമിനോടാണ് ബന്ധം. സയ്യദ് ഷിയയാണ് ഞങ്ങളുടെ ഫാമിലി. സോ എൻ്റെ പേരൻസ് ഒരിക്കലും അതൊന്നും അലൗ ചെയ്യില്ല. ഞാനങ്ങനെ സ്ക്രീനിൽ കിസ് ചെയ്യാനൊന്നും. ഇസ്ലാമിലെ ആക്ടിംഗ് പോലും പാപമാണെന്നാണ് പറയുന്നത്. താങ്കൾ ഒരു പാപം ചെയ്യുന്ന സമയത്ത് മറ്റൊരു പാപം കൂടി ചെയ്യൂ. നോക്കൂ, ജോലിയെയും മതത്തിനെയും കൂടി നിങ്ങൾ മിക്സ് ചെയ്യരുത്. എൻ്റെ ജോലി എനിക്ക് ദൈവികമാണ്. ഞാൻ എൻ്റെ ജോലി വളരെ ദൈവികമായിട്ടാണ് ഞാൻ ചെയ്യുന്നതും. സോ പ്ലീസ് നിങ്ങളിത് രണ്ടും കൂടി മിക്സ് ചെയ്യരുത്. നിങ്ങൾ ആ കിസ് സീന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് സമ്മതിച്ചേക്കുന്നേ. അല്ല, വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ഇങ്ങനെ പറയാൻ ഭ്രാന്തൊന്നുമില്ലല്ലോ. നിങ്ങൾ കാരണം തെറ്റ് സംഭവിച്ചു മാഡം. പ്ലീസ് നിങ്ങളത് സമ്മതിച്ചേക്കി. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സൽമാൻ ഖാൻ പറയുന്നത് പോലെയുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹമായിട്ട് വളരെയധികം റിസംബ്ലൻസ് ഉണ്ട്. സോ ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് ഞാനത് സമ്മതിക്കുന്നില്ല? ഐ ഡിഡ് നത്തിങ് റോങ്. പാകിസ്ഥാനിൽ ഇതുപോലെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്ന പലരും ഉണ്ട്. താങ്കൾ അവരെ പോലെ? നിങ്ങളുണ്ടാക്കിയതിന് ഞാനെന്ത് ചെയ്യാനാ? ഇത് അവിടെയുള്ള ന്യൂസ് പേപ്പറിൽ വന്നു വരുന്നെങ്കിൽ കഴിഞ്ഞാൽ വന്നോട്ടെന്നേ, നമുക്കെന്ത് വ്യത്യാസം ഉണ്ടാവാൻ അതിനകത്തൊക്കെ? സിനിമ പുറത്തിറങ്ങിയാൽ ആൾക്കാർ കാണും, ഹിന്ദുസ്ഥാനിലെ ഓഡിയൻസ് ഇതെല്ലാം കാണും, നമ്മുടെ ഓഡിയൻസ് ഇതെല്ലാം കാണും, പിന്നെ പാകിസ്ഥാനിലെ ഓഡിയൻസ് ഇത് കാണും. താങ്കളുടെ സിനിമ സൂപ്പർ ഹിറ്റ് ആവണമെന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. തീർച്ചയായും ആശംസകളെല്ലാം വേണം. ഹിന്ദുസ്ഥാനിലെ ആദ്യത്തെ സിനിമയാണ് എൻ്റെത്, മഹേഷ് ജിയുടെ കൂടെ. പിന്നെ ഹിന്ദുസ്ഥാനിലെ ജനങ്ങൾ ആദ്യമായിട്ട് എന്നെ സ്ക്രീനിൽ കാണാൻ പോന്നു. അങ്ങനെ ഇൻഷാ അല്ലാ പാകിസ്ഥാനിലെ ആളുകളെപ്പോലെ ഇവർക്കും എന്നോട് സ്നേഹം ഉണ്ടാവട്ടെ. താങ്കളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഞങ്ങളുടെ പക്കലുണ്ട്. മീരയോടുള്ള വിചാരണ തുടരുന്നതാണ് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ ചോദ്യശരങ്ങൾക്ക് നടുവിൽ ഇരിക്കുന്നത് പാകിസ്ഥാനി ആക്ട്രസായ മീരയാണ്. ആപ്കി അദാലത്തിൽ പാകിസ്ഥാനി അഭിനേത്രിയായ മീരയുടെ മേലുള്ള കുറ്റാരോപണം നന്ദി മറന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. മീര മേഡം, പാകിസ്ഥാനി സിനിമകളിൽ താങ്കളെ സൂപ്പർ സ്റ്റാർ ആക്കി. ഇത് നന്ദി മറക്കുന്നത് പോലെയില്ലേ? അതായത് താങ്കൾ ആ സിനിമയൊക്കെ വിട്ടിട്ട് ഇവിടെ മുംബൈയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നത്? അതെ, ഞാൻ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ഇപ്പോഴും ഞാൻ ഇത് തന്നെ പറയുള്ളൂ. അതായത് ഞാൻ ഇന്ന് എന്താണെങ്കിലും അത് പാകിസ്ഥാൻ ഫിലിം ഇൻഡസ്ട്രി മൂലം ഉണ്ടായതാണ്. ഞാൻ ഇന്നിവിടെ ഹിന്ദുസ്ഥാനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് പാകിസ്ഥാൻ, ജസ്റ്റ് ബിക്കോസ് ഓഫ് പാകിസ്ഥാനി ഫിലിം ഇൻഡസ്ട്രി. സോ ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ എനിക്ക് എന്നോട് ഒരുപാട് സ്നേഹമുള്ള ഓഡിയൻസ് ആണുള്ളത്. അതുപോലെ തന്നെ ഇവിടെയുള്ളവരും എൻ്റെ ജോലി കണ്ട് എന്നെ ഇഷ്ടപ്പെടണം, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള നമ്പർ 1 സ്റ്റാറായ ഐശ്വര്യ റായ്ക്ക് ഒരു ചാലഞ്ചിന് വേണ്ടി വന്നതാണോ? നോക്കൂ, ഞാൻ ആർക്കും വെല്ലുവിളി നൽകാനല്ല ഇവിടെ വന്നത്. പക്ഷേ ഹിന്ദുസ്ഥാനിലെ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഇവിടെ ജോലി ചെയ്യണമെന്നും അവരെന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യും. ബിക്കോസ് ഇന്ന് എനിക്ക് പാകിസ്ഥാനിൽ നിന്ന് എത്രത്തോളം ഇഷ്ടം കിട്ടിയോ, ഞാനിപ്പോൾ എപ്പോഴാണോ ഇവിടെ വന്നത് അപ്പം തൊട്ട് എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പാകിസ്ഥാനിലുള്ളതിനേക്കാളും സ്നേഹം ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ. എനിക്കറിയാം പാകിസ്ഥാനിലെ ആൾക്കാർ ഇത് ശ്രദ്ധിക്കും. അതായത് ഞാൻ വലിയൊരു കാര്യമാണല്ലോ പറഞ്ഞത്. പക്ഷെ ഞാൻ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി ഞാൻ ഒരിക്കലും കള്ളം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് ഇന്ന് എൻ്റെ ഉള്ളിൽ പാകിസ്ഥാനോട് എത്രമാത്രം ഇഷ്ടമുണ്ടോ അത്രത്തോളം ഇഷ്ടം തന്നെ എനിക്കിന്ന് ഹിന്ദുസ്ഥാനോടും ഉണ്ട്. എനിക്കിപ്പോൾ തോന്നുന്നത് എനിക്ക് ഹിന്ദുസ്ഥാനുമായും എന്തോ ഒരു ബന്ധമുണ്ടെന്നാണ്. ആ ബന്ധം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിൽ ഈ സിനിമ കാണുന്ന ഓഡിയൻസ് അവര് താങ്കളെ എങ്ങനെയാണ് കാണേണ്ടത്? ഐശ്വര്യ റായിയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണെന്നാണോ അതോ മല്ലിക ഷെറാവത്തിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി? എനിക്ക് നല്ല റോൾസും നല്ല ക്യാരക്ടേഴ്സും ചെയ്യാനാണ് ആഗ്രഹം. ലൈക്ക് ഞാനിപ്പോൾ ലാസ്റ്റ് കണ്ടത് ബ്ലാക്ക് ആണ്.
അതിൽ റാണി മുഖർജി വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. എൻ്റെ ആഗ്രഹം ആൾക്കാരെന്നെ നല്ലൊരു ആക്ട്രസ്സായിട്ട് ഓർമ്മിക്കണം എന്ന് തന്നെയാണ്. അതായത് മൊത്തം സൗത്ത് ഏഷ്യയിൽ ഞാനൊരു നല്ല ആക്ട്രസ്സാണെന്ന് പറയിക്കണം. മീര ഓർമ്മയിലുണ്ടായിരിക്കണം. മീര ഓർമ്മയിലുണ്ടായിരിക്കണം. ലൈക്ക് ഷബാന ആസ്മി, ലൈക്ക് മാധുരി ദീക്ഷിത്, ലൈക്ക് റാണി മുഖർജി. താങ്കൾ പറഞ്ഞിരുന്നു ലാഹോർ ഫിലിം ഇൻഡസ്ട്രി മുംബൈ ഫിലിം ഇൻഡസ്ട്രിയുടെ അത്രത്തോളം അഡ്വാൻസ്ഡ് അല്ലെന്നാണ് താങ്കൾ പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് കമ്പയർ ചെയ്യുന്നത് പാകിസ്ഥാന്റെയും ഹിന്ദുസ്ഥാന്റെയും ഫിലിം ഇൻഡസ്ട്രീസ് തമ്മിൽ? പാകിസ്ഥാൻ ഒരു ചെറിയ രാജ്യമാണ്. അവിടെ ചെറിയ ഫിലിം ഇൻഡസ്ട്രിയാണ്. ഹിന്ദുസ്ഥാന്റേത് ഇന്റർനാഷണൽ ഫിലിം ഇൻഡസ്ട്രിയാണ്. ഇത് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റാവില്ല. ലോകത്തിലെ തന്നെ നമ്പർ 1 ഫിലിം ഇൻഡസ്ട്രിയാണ് ബോളിവുഡ്. സോ നിങ്ങൾ അതിനെ കമ്പയർ ചെയ്യരുത് പ്ലീസ്. കമ്പയർ ചെയ്തതല്ല, ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ താങ്കൾ ലോളിവുഡിനെ വിട്ടിട്ട് ബോളിവുഡിലേക്ക് വന്നിരിക്കുന്നു. സോ ലോളിവുഡിലും ജോലി ചെയ്യാം, ബോളിവുഡിലും ജോലി ചെയ്യാം. ജനങ്ങളോട് നമുക്ക് ചോദിക്കാം താങ്കൾ ഏത് റോളിൽ അഭിനയിച്ചാലാണ് അവർക്ക് ഇഷ്ടമെന്ന്. താങ്കൾ ചോദിക്കൂ. മാഡം, നിങ്ങൾ യഥാർത്ഥത്തിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന റോൾ ഏതാണ്? ഞാൻ ഹിന്ദുസ്ഥാനി സ്ത്രീയുടെ റോൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ദേവദാസിൽ പാറോ ക്യാരക്ടർ ആ ഉണ്ടായിരുന്നില്ലേ? അതെ, ലൈക്ക് താലിയൊക്കെ ഇട്ടിട്ട്. പിന്നെ എനിക്ക് പൊട്ട് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വെക്കില്ലേ സിന്ദൂരം. സിന്ദൂരം, പൊട്ട്. ഓഹ്, ആ ഗാനങ്ങളൊക്കെ കാണാൻ തന്നെ എന്ത് രസാണ്. ये दुनिया एक दुल्हन, ये माथे की बिंदिया, ये मेरा इंडिया, I love my India. It's really beautiful song. അതായത് നോക്കിയാൽ റെഡ് കളർ ദുപ്പട്ട കാറ്റത്തിങ്ങനെ പറക്കുന്ന പോലെ, വളകള്, മംഗല്യസൂത്രം, പൊട്ട്. ഓ മൈ ഗോഡ്, എനിക്ക് വളരെ ഇഷ്ടമാണത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഐ സ്വയർ. നിങ്ങൾക്കൊരു പക്ഷേ ചാൻസ് കിട്ടിയാൽ നിങ്ങൾ ഏത് ഫിലിം സ്റ്റാറിനോടൊപ്പമാണ് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നത്? അതിപ്പോ ഷാറുഖ് ഖാൻ ഉണ്ട്, ആമിർ ഖാൻ ഉണ്ട്, സൽമാൻ ഖാൻ, സൊഹൈൽ ഖാൻ അദ്ദേഹത്തിന്റെ ബ്രദർ. എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എല്ലാ ഖാനെയും ചൂസ് ചെയ്തല്ലോ? താങ്കൾ ഋത്തിക് റോഷന്റെ പേര് ഋത്തിക്, ഓഫ് പറഞ്ഞില്ലല്ലോ. കോഴ്സ് ഞാൻ ആ പേര് പറയും. ഋത്തിക് ഇസ് എ ബ്രില്യന്റ് ആക്ടർ. ഋത്തിക്. പിന്നെ ഇപ്പോൾ ഉള്ള ആ യങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ആരാണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ ഫുൾ ഫാമിലിക്ക് അവരെ എല്ലാവരെയും ഇഷ്ടമാണ്, എസ്പെഷ്യലി എൻ്റെ സിസ്റ്റേഴ്സിന്. ഓഫ്, ഋത്തിക്കിനെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നോക്കിയാൽ സൈഫ് അലി ഖാൻ ഉണ്ട്, ആൻഡ് ജോൺ എബ്രഹാം, ആൻഡ് അനിൽ കപൂർ. ഒരുപാട്, ഹീസ് ബ്രില്യൻ. പിന്നെ അമിതാഭ് ബച്ചൻ ഉണ്ട്. അനിൽ കപൂർ വളരെ വളരെ വേഴ്സറ്റൽ ആക്ടറാണ്, ഒന്നും തന്നെ പറയാനില്ല അദ്ദേഹത്തെ. സോ ഇവരൊക്കെ വളരെ നല്ല ആക്ടേഴ്സാണ്. പാകിസ്ഥാനി മീഡിയയിൽ നിന്ന് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അതിലവര് നന്ദി മറന്നു എന്നുള്ള കുറ്റമാണ് ആരോപിക്കുന്നത്. ഒരു ന്യൂസ് പേപ്പറിൽ എഴുതിയിരിക്കുന്നത് താങ്കൾ ഒരു ഹിന്ദു ആക്ടറിനെ വിവാഹം കഴിച്ചെന്നാണ്. ഹിന്ദു ആക്ടറിനെയോ? ഒരിക്കലും ഇല്ല. ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ലേ? കല്യാണം വളരെ മനോഹരമായൊരു കാര്യം തന്നെയാണ്. ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ലോകത്തെ മുഴുവൻ അറിയിച്ചേ കല്യാണം കഴിക്കൂ. ലോകം മുഴുവനും എൻ്റെ കല്യാണത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. എനിക്ക് ഇൻവിറ്റേഷൻ അയക്കൂ. ഓഫ് കോഴ്സ്, വൈ നോട്ട്? ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ ഇൻവിറ്റേഷൻ താങ്കൾക്ക് തന്നെ അയക്കാം. പ്രോമിസ്. അവിടെയുള്ള പ്രസ് ഇതും എഴുതിയിട്ടുണ്ട്, മീര ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ആവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന്, ഇവിടെ വന്ന് സെറ്റിലാകാൻ പോവുകയാണെന്ന്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ജോലി ചെയ്യാൻ വേണ്ടി പോവും, ഹിന്ദുസ്ഥാനിലേക്ക് വരും, അമേരിക്കയിൽ പോവും, ലണ്ടനിലേക്ക് പോവും, മലേഷ്യ, ഇസ്താംബുൾ, ചൈന, ലോകത്ത് എവിടെയായാലും. പക്ഷേ പാകിസ്ഥാനെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല. അതായത് ഒരിക്കലും ഒരു കുഞ്ഞിനും അമ്മയുടെ അടുത്തുനിന്ന് വിട്ടിട്ട് ഓടി വരാൻ പറ്റും തോന്നുന്നില്ല, ഒരിക്കലുമില്ല. ഇന്ത്യ പാകിസ്ഥാൻ സൗഹൃദത്തിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കും? അതായത് ഈ ഒരു സൗഹൃദത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കണമെങ്കിൽ ജീവൻ വരെയും കൊടുക്കും.
മീര മാഡം, താങ്കൾ ലാഹോറിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തി ഇവിടെ പ്രശസ്തി ലഭിക്കാൻ വേണ്ടി. ഒരുപക്ഷെ താങ്കൾ വേഗം ഹോളിവുഡിലേക്കും പോകാം. പക്ഷെ താങ്കളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇനിയും ധാരാളം ബാക്കിയുണ്ട്. പാകിസ്ഥാൻ ഫിലിം സ്റ്റാർ മീരയോട് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളും വിചാരണയും മറ്റൊരു റൗണ്ടിൽ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥി അതിർത്തി കടന്നിരിക്കുന്ന പാകിസ്ഥാനിലുള്ള ഒരു ഫിലിം സ്റ്റാർ മീരയാണ്. ആപ്കി അദാലത്തിൽ പാകിസ്ഥാനി ഫിലിം സ്റ്റാർ മീരയുടെ മേലുള്ള കുറ്റാരോപണം. ഇവർ ഭയപ്പെടുന്നു. മീര മേഡം, ഇത് സത്യമാണോ? ലാഹോർ സിനിമകളിൽ, പാകിസ്ഥാനി സിനിമകളിൽ താങ്കൾക്ക് വളരെയധികം കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് പേടിച്ചു പോയാണ് മുംബൈ ഇൻഡസ്ട്രിയിലേക്ക് വന്നതെന്ന്. എവിടെയാണോ കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് അവിടെ താങ്കൾ നമ്പർ 1 സ്റ്റാർ ആയിരുന്നു. താങ്കളുടെ പൊസിഷൻ അവിടെ ആരെങ്കിലും മോഷ്ടിച്ചോ? അവിടെ നമ്പർ 1 ആയിരുന്നു, നമ്പർ 1 ആണ്. ഇവിടെ മുംബൈ ഫിലിം ഇൻഡസ്ട്രിയിൽ താങ്കൾക്ക് ധാരാളം ഓഫറുകൾ ലഭിച്ചതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. തീർച്ചയായും ജോലി നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ഒരുപാടുണ്ട്. ഇപ്പൊ തന്നെ ഡയറക്ടേഴ്സ് പലരും എന്റെ സൈൻ വാങ്ങാൻ വരുന്നുണ്ട് അവിടെ. പിന്നെ ഇവിടെ ഹിന്ദുസ്ഥാനിലും പലരും എന്റെ ഡേറ്റ് ചോദിച്ച് വരുന്നുണ്ട് ഇപ്പോ സിനിമ ചെയ്യാനായിട്ട്. പക്ഷേ എനിക്ക് ക്വാണ്ടിറ്റിയിലല്ല താല്പര്യം, ക്വാളിറ്റിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഒരുപാട് നല്ല ജോലി ചെയ്യണം, ക്വാളിറ്റി വർക്ക് ചെയ്യണം, നല്ല ബാനേഴ്സിന്റെ കൂടെ, നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ, നല്ല നല്ല റോൾസ് ഉണ്ടല്ലോ, അതായത് നല്ല റോൾസ് ചൂസ് ചെയ്യണം എൻ്റെ കരിയറിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ. താങ്കളുടെ അച്ചീവ്മെന്റ് എന്താണ്? ഐ ആം മീര ആൻഡ് ഐ വോണ്ട് ടു റിമെയിൻ മീര. പിന്നെ ഞാൻ ആസ് മീര ഹിന്ദുസ്ഥാനിലെ ഓഡിയൻസിന്റെ ഇടയിൽ പിന്നെ ബോളിവുഡിലും സ്വന്തമായൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇന്ത്യയിലേക്ക് വന്നത് ഇവിടെയുള്ള യുവാക്കളുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടിയാണോ? ഇവിടെ ഹിന്ദുസ്ഥാനിലുള്ള ആൺകുട്ടികൾ വളരെ ചാമിങ് ആണ്, നല്ല ധൈര്യമുള്ളവരാണ് അവരൊക്കെ. പിന്നെ വളരെ പ്രൊട്ടക്റ്റീവാണ് സ്ത്രീകളുടെ കാര്യത്തിൽ അവരൊക്കെ സ്പെഷ്യലി. പിന്നെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ട് ഓരോ ഹിന്ദുസ്ഥാനിയുടെ മനസ്സിലും. വളരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവർ സ്ത്രീകളെ. അതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാനിലെ ആണുങ്ങളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. സോ ഐ തിങ്ക് ലോകത്തെവിടെയും ഒരു ഹിന്ദുസ്ഥാനി ആണിൻ്റെ സംസ്കാരം വളരെ ഉയർന്നതാണ്. അവരുടെ കണ്ണുകളിലൊരു നാണമുണ്ട്, ധൈര്യമുണ്ട്. ജനങ്ങൾ താങ്കളോട് പല ചോദ്യങ്ങളും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ ചോദിക്കൂ. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ചില ഇഷ്ടങ്ങളും ഉണ്ടായിരുന്നു. അതായത് താലി, കുങ്കുമം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യക്ക് സൗഹൃദത്തിന്റെ സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ത്യയിൽ തന്നെ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇന്ത്യയുമായുള്ള സൗഹൃദം വർദ്ധിച്ചതുപോലെയും ഉണ്ടാവും, നിങ്ങളുടെ ആഗ്രഹം നിറവേറിയതുപോലെയും ഉണ്ടാവും. മാഡം, ഒരുപക്ഷെ നിങ്ങൾ കല്യാണത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്റെയും കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാഡം. നോക്കൂ, എനിക്ക് കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര നാണം വരുന്നു. ഇപ്പോൾ ഇന്ത്യക്കും പാകിസ്ഥാനും നടുവിലുള്ള സമാധാന ചർച്ചകളിൽ, പീസ് പ്രോസസ്സിൽ താങ്കളുടെ റോൾ എന്താണെന്നാണ് കരുതുന്നത്? ആസ് എൻ അംബാസഡർ ഓഫ് പാകിസ്ഥാൻ ഫോർ പീസ്, പീസിന് വേണ്ടിയുള്ള അംബാസഡർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ. സമാധാനം, ഇഷ്ടം, സ്നേഹം എപ്പോഴും. അതായത് നമ്മൾ എത്ര നാള് എന്ന് വരെ ഇങ്ങനെ നമ്മൾ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും അബ്യൂസ് ചെയ്തുകൊണ്ട്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ബോംബൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ മതിയോ നമ്മൾ തമ്മിൽ? എന്തെങ്കിലും ആവട്ടെ എന്ന് അങ്ങനെ വിചാരിക്കാൻ സ്നേഹമല്ലേ അടിസ്ഥാനം? രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന് വേണ്ടി നോക്കണം. ആരൊക്കെ തന്നെയാണോ ഈ ഒരു മിഷന് വേണ്ടി പ്രവർത്തിക്കുന്നവര്, അതായത് ഹിന്ദുസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്നവര്, ഞാൻ എന്നും അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണ് എപ്പോഴും. അവർക്കെപ്പോഴാണോ എൻ്റെ ആവശ്യമുള്ളത് അവർക്കപ്പോൾ എന്നെ വിളിക്കാം. ഞാൻ ഈ പ്രോസസ്സിൽ എപ്പോഴും അവരുടെ കൂടെയായിരിക്കും, എന്നും അവരുടെ കൂടെ. അതായത് രണ്ട് രാജ്യങ്ങൾക്ക് നടുവിലുള്ള ഈ പ്രശ്നം 57 വർഷം പഴയതാണ്, 57 years ഓൾഡ്. ഇതെങ്ങനെ താങ്കൾക്ക് തീർത്തു വെക്കാൻ സാധിക്കും? കേട്ടിട്ടില്ലേ, അവസാനം എപ്പോഴും പ്രേമത്തിനായിരിക്കും ജയംന്ന്? എൻ്റെ ആഗ്രഹം ഇതാണ്, ഞാൻ നടക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. അതായത്
സ്നേഹം കൊണ്ട് എല്ലാവരുടെയും മനസ്സ് കീഴടക്കണമെന്ന്, വഴക്കുകൾ കൊണ്ടല്ല. മീരയോടുള്ള ജനങ്ങളുടെ ചോദ്യവും അതിനുള്ള ഉത്തരവും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ അതിനുള്ള സമയമാണ്. ഇന്നത്തെ ജഡ്ജിയായ അനുരാഗ് ബദ്രയുടെ ജഡ്ജ്മെന്റ് നോക്കാം. മീര മാഡം ജനങ്ങളുടെ പ്രോസിക്യൂട്ടറായ രജത് സാറിന്റെ കുറ്റാരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും പാതി മനസ്സോടെയും പരിഭ്രമത്തോടെയുമാണ് മറുപടികൾ നൽകിയത്. രജത് സാർ മുന്നോട്ട് വെച്ച വിവരങ്ങൾ ഉള്ളപ്പോഴും മീര തന്നെ ഒരു ആർട്ടിസ്റ്റായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ചു. അവരുടെ ജോലി ആക്ടിംഗ് ആണ് എന്നും ഇവിടെ പറഞ്ഞു. ഈ കോൺട്രവേഴ്സി അവരുണ്ടാക്കുന്നതല്ല, മീഡിയ പിന്നെ പ്രസ് ഇവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് അവർ പറഞ്ഞത്. മീര ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നല്ല മറുപടികൾ നൽകി. അവർ പറയുന്നത് എന്താണെന്നാൽ അവരുടെ സിനിമ റിലീസായതിനു ശേഷം സത്യം പുറത്തുവരും എന്നാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ഈ നീതിപീഠം മീരയെ കുറ്റവിമുക്തയാക്കുന്നു. ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു അദാലത്ത് എന്നെ ബറി ചെയ്യാൻ പറയുമെന്ന്. താങ്കൾക്ക് എന്ത് ശിക്ഷയാണ് വേണ്ടത്? ഒന്നുമില്ല, എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ. ആ ഹിന്ദുസ്ഥാനിൽ എന്നെ അറസ്റ്റ് ചെയ്തോളൂ, ജയിലിനകത്തിട്ടോളൂ. വേണമെങ്കിൽ താങ്കൾക്കൊരു ശിക്ഷ നൽകാം. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഓഡിയൻസിന് വേണ്ടി പാടി കേൾപ്പിക്കും. Oh my God. ഏത് പാട്ടാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? താങ്കൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പാട്ട്, താങ്കൾ നന്നായി പാടുന്നൊരു പാട്ട്. कैसी ज़मीं और आसमां इसके सिवा जाना कहाँ, चलती रहे ये रोशनी, चलता रहे ये कारवां, दिल दिल पाकिस्तान जा जा हिंदुस्तान, दिल दिल पाकिस्तान जा जा हिंदुस्तान, दिल दिल पाकिस्तान जा जा हिंदुस्तान, दिल दिल पाकिस्तान. नमस्ते. Thank you. ഈ വിശ്വാസത്തോടുകൂടി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൗഹൃദത്തിനു വേണ്ടി മീരയുടെ വികാരങ്ങൾ ഒരു മന്ത്രം പോലെ പ്രവർത്തിക്കേണ്ടതാണ്. രണ്ട് രാജ്യത്തുള്ള ജനങ്ങളെയും ഇത് കൂടുതൽ ദൃഢമാക്കുന്നതാണ്. ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതാണ്. നന്ദി, നമസ്കാരം.